ശ്രീ ആനന്ദ് കൊച്ചുകൂടി. പക്ഷേ ഇവിടെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് കരുണാകരൻ എന്ന് പറയുന്ന തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വൈകാരികതയാണ്. അപ്പോൾ ആ വൈകാരികതയ്ക്ക് മൂർധാവിന് കിട്ടിയ പ്രഹരമാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്കെന്നുള്ള അവർക്ക് കിട്ടിയ വാർത്ത. അക്ഷരാർത്ഥത്തിൽ അവർ നാടികൾ തളർന്ന് എന്ത് ചെയ്യണമെന്നൊരു തങ്കലാപ്പിലായിരുന്നു. ഇപ്പോൾ ഇന്നലെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേരുന്നു. ആ ദിവസം രാവിലെ ഉറക്കച്ചടവ് പോലും മാറാത്ത കണ്ണുകളുമായി TN പ്രധാൻ അവിടേക്ക് ഒന്ന് യോഗം ചേർന്നു. എന്തു ചെയ്യാൻ കഴിയും, അധികം ഡാമേജ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം, അത് കെ കരുണാകരൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചിറങ്ങണം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്ന് തങ്കലാപ്പിൽ നിന്നവർക്ക് മുന്നിലേക്കാണ് കെ മുരളീധരൻ പൊടുന്നനെ രക്ഷക വേസ്റ്റിൽ അവതരിക്കുന്നത്. അതിൻ്റെ ഊർജ്ജം ഇന്നത്തെ പാർട്ടി ഓഫീസുകളിൽ, അവിടെ തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി ഓഫീസിലേക്ക് ഒഴുകുകയാണ്. ഇന്ന് രാത്രി ശിവകാശിയിലെയും അവിടുത്തെയും 5 or 6 പ്രസ്സുകളിൽ ഫ്ലെക്സുകൾ അടിക്കപ്പെടുകയാണ്. നാളെ മുരളീധരൻ വരുമ്പോൾ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി BJP-കാരിയായ പത്മജ ട്രിവാൻഡ്രത്തിറങ്ങുമ്പോൾ BJP കൊടുത്ത സ്വീകരണത്തിൻ്റെ 50 ഇരട്ടി ആവേശത്തിൽ സ്വീകരണം കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരാവേശം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ ശ്രീയാനന്ദ് കൊച്ചുകൂടി? ഹാഷ്മി, ഈ BJP-യുടെ ഈ പത്മജയുടെ ഈ എൻട്രിയിൽ BJP-യിലേക്കുള്ള എൻട്രി അത് ഒരു ദിവസം കൂടി ഒന്ന് ലേറ്റായെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന പല ചർച്ചകളും ഒന്നും ഉണ്ടാകില്ല. ഇന്നിപ്പോൾ BJP-യുടെ ഒരു അനുഭാവിയായിട്ടുള്ള ഒരു മുതിർന്ന ആളെനിക്ക് മെസ്സേജ് അയച്ചു, അവർക്കൊരു ദിവസം കൂടി കാത്തിരിക്കാൻ പാടില്ലായിരുന്നോ എന്ന്. കാരണം ഈ ഒരു സർജിക്കൽ സ്ട്രൈക്ക് സാധാരണ കോൺഗ്രസ്സുകാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. വളരെ ചടുലമായ രീതിയിൽ അതിനോട് റിയാക്ട് ചെയ്യുന്നു. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സുകാർ വളരെ കാലമായിട്ട് ചെയ്യാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ അല്ലെങ്കിൽ അഴകുഴമ്പൻ നിലപാടെടുക്കാതെ നിലപാടെടുക്കായ്മ തന്നെ ഒരു നിലപാടായി സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാർ പെട്ടെന്ന് തന്നെ ഇതിന് വളരെ ചടുലമായി വളരെ ഒറ്റ ദിവസം കൊണ്ട് മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുവരിക വഴി ഇവിടെ കേരളത്തിൽ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിനാണ് ഏറ്റവും വലിയ അത് ഇല്ലായ്മ ചെയ്യുന്നത്. അത് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ താമര ചിഹ്നത്തിൽ ഒരു സീറ്റ് എന്നുള്ള BJP-യുടെ ചിരകാല അഭിലാഷം അത് ഇല്ലാതാവുകയാണ്. അതിൽ കൂടി ഒന്നാമത്തെ കാര്യം, അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിൻ്റെ മുന്നോട്ടുള്ള ഇതിൽ ഈ പത്മജ ശരിയാണ്, അവർ BJP-യിലേക്ക് പോകുന്നത് വഴി അത് കോൺഗ്രസ്സിന് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അനൗൺസ്മെൻറ്റ് വഴി അതിനെ മറികടന്നു. ഇനി രണ്ടാമത്തെ കാര്യം പ്രതാപൻ്റെ കാര്യം. പ്രതാപൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇത് ഒരു തരത്തിലും മത്സരിക്കാൻ ആഗ്രഹിക്കാതെ ഇവിടെ ഇരിക്കുന്ന VT ബൽറാമിനെ തന്നെ ഒരു ഘട്ടത്തിൽ നോമിനേറ്റ് ചെയ്തിരുന്നു. എനിക്ക് പകരം തൃശ്ശൂർ ബൽറാം മത്സരിക്കട്ടെ എന്ന് പ്രതാപൻ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. പക്ഷേ അദ്ദേഹത്തോട് അവസാനം പാർട്ടി തന്നെ പറഞ്ഞു നിങ്ങൾ മത്സരിക്കണം. ഇപ്പോൾ ഇതിൽ പ്രശ്നം ഇപ്പോൾ ബൽറാം സമ്മതിക്കില്ല. പക്ഷേ തൃശ്ശൂരെ പാർട്ടിക്കിടയിൽ തന്നെ പാർട്ടി നേതാക്കൾക്കിടയിൽ അണികൾക്കിടയിലും തന്നെ പ്രതാപൻ മത്സരിക്കുന്നതിനെ അവർക്കതിൽ വലിയ പരാതിയുണ്ട്. കാരണം പ്രതാപൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഈ കുറച്ച് കാലമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ കുറേ ശ്രമിച്ചതാണ്, അത് നടന്നില്ല. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണുവയ്ക്കുന്നത് അത് ശരി. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഒരു തരത്തിലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ കുറച്ച് ദിവസമായി അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെട്ടത് വഴി സ്നേഹയാത്ര എന്നൊക്കെ പറഞ്ഞ് കുറേ വെയിലു കൊള്ളുകയും ഇതുപോലെ കൊരട്ടിമുത്തിക്ക് പൂവങ്കുല നേർച്ച കൊടുക്കുകയും ഒക്കെ ചെയ്തതൊക്കെ ശരിയാണ്. അദ്ദേഹം ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഇതിപ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രതാപനും ഗുണമാണ്. ഹാഷ്മി പറഞ്ഞതുപോലെ അതെ, പ്രതാപനും അത് തന്നെ ഗുണമാണ്. ഇപ്പോൾ കോൺഗ്രസിനും ഗുണകരമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ പ്രതാപൻ അവിടെ നിന്നാൽ, ഇപ്പം നേരത്തെ ഇവിടെ ബൽറാം സൂചിപ്പിച്ചു, ഇവിടെ വർഗീയമായിട്ടുള്ള ചില നമ്മൾ നിഷ്പക്ഷരെന്ന് കരുതുന്ന പലരും ഇവിടെ വർഗീയമായിട്ടുള്ള പല ക്യാമ്പയിനും അഴിച്ചുവിട്ട ഒരു കാലഘട്ടമാണ്. അത് ഈ ഹമാസ് അനുകൂലിയാണ് പ്രതാപൻ. അദ്ദേഹം യൂസഫ് അലിയുടെ എന്തോ ഒരു അടുപ്പക്കാരനാണ്. അത് യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പഠനച്ചെലവ് എന്തോ വഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വർഗീയമായിട്ടുള്ള ക്യാമ്പയിനുകൾ അഴിച്ചുവിടുക വഴി അവിടെ തൃശ്ശൂരുള്ള ഗണ്യമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടിലേക്ക് BJP കണ്ണു നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ സുരേഷ് ഗോപി നായർ പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് 3 വോട്ടർമാർ എന്ന ആ ഒരു സമവാക്യത്തിൽ തൃശ്ശൂർ പിടിച്ചെടുക്കും, തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് BJP-യും സുരേഷ് ഗോപിയും ഒക്കെ കരുതിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നാളെ മുരളീധരൻ അവിടെ വന്നിറങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ അവിടെ എനിക്ക് പരിചയമുള്ള കുറച്ച് കോൺഗ്രസിൻ്റെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ആവേശമാണ്. ഇന്നലെ തൊട്ടേ അവർക്ക് ആവേശമാണ്. കാരണം അവർ പ്രതാപന് വേണ്ടി വർക്ക് ചെയ്യാൻ പോലും അവർക്ക് താല്പര്യമില്ലായിരുന്നു.
പിന്നെ പാർട്ടി പറഞ്ഞാൽ വർക്ക് ചെയ്യണ്ടേ എന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അല്ല മുരളി അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കരുണാകര വൈകാരികത എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയിലുള്ളതാണ്. അപ്പോൾ ആ വൈകാരികത കിട്ടുന്ന വലിയ പ്രഹരത്തിൽ അവർ സ്തബ്ധരായി നിന്നെടുത്ത് ഒരാൾ അവതരിക്കുകയാണ് എന്താണ് കരുണാകരൻ്റെ യഥാർത്ഥ ലെഗസി, ഈ പറയുന്ന വർഗീയതയെ ഞാൻ 3-ാം സ്ഥാനത്തേക്ക് അടിച്ചു മാറ്റിക്കളയും എന്നുള്ള പ്രഖ്യാപനത്തിൽ വരുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടാകുന്ന സ്വാഭാവികം. ഞാൻ അങ്ങേലേക്ക് എത്താം.